കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ട്രംപ് ചൈനയെ 245% തീരുവ കൊണ്ട് തകർക്കുമെന്ന് പ്രഖ്യാപിച്ച് ലോകത്തെ ഞെട്ടിച്ചത്. ഇതിനെ തുടർന്ന് ആഗോള വിപണി തകർന്നു. ഓഹരികൾ ഇടിഞ്ഞു. ട്രില്യൺ കണക്കിന് ഡോളറുകൾ ഒറ്റയടിക്ക് ഇല്ലാതെയായി. എന്നാൽ ഇതിലൊന്നും ചൈന പതറിയില്ല. അവർ 125% തീരുവയുമായി യുഎസിനെ തിരിച്ചടിച്ച് ട്രംപിന്റെ വെല്ലുവിളിയെ നേരിട്ടു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഡീൽ മേക്കർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ട്രംപ് തന്റെ നിലപാട് മയപ്പെടുത്തുകയാണ്. തീരുവ 50-ൽ നിന്നും 65%-ആയി കുറച്ചിരിക്കുന്നു എന്നാണ് വിവരം. 245%-ൽ നിന്ന് വൻ ഇളവ്. ഈ മാറ്റത്തിന് പിന്നിലുള്ളത് സാമ്പത്തിക യാഥാർത്ഥ്യവും തന്ത്രപരമായ നീക്കവും ചേർന്ന ഒരു മിശ്രിതമാണ്. പണപ്പെരുപ്പം കുതിച്ചുയരുന്നു. വിതരണ ശൃംഖലകൾ തടസ്സപ്പെട്ടിരിക്കുന്നു. മാന്ദ്യത്തിന്റെ നിഴൽ അടുത്തുവരികയാണ്. അമേരിക്കക്കാർ വലയുന്നു. പലചരക്ക് മുതൽ കാർ, വസ്ത്രങ്ങൾ വരെ എല്ലാറ്റിനും വില കൂടി. ട്രംപിന്റെ ഉറ്റ സുഹൃത്ത് ഇലോൺ മസ്ക് പോലും തീരുവയെ എതിർത്തു. യുഎസ് സമ്പദ്വ്യവസ്ഥ ഇളകുകയാണ്. ട്രംപിന്റെ ഹ്രസ്വകാല വേദന ജനങ്ങളെ ബാധിച്ചു. അമേരിക്കൻ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്താൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പോലും ഇപ്പോൾ ചൈനയുമായി വ്യാപാര കരാർ ആഗ്രഹിക്കുന്നു. എന്നാൽ സാമ്പത്തികം മാത്രമല്ല, രാഷ്ട്രീയവും ഇതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ വാഗ്ദാനം പാളുകയാണ്. തീരുവ ചുമത്താനുള്ള അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കുറഞ്ഞത് 12 സംസ്ഥാനങ്ങൾ ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് കൊടുത്തിരുന്നു. ഓഹരി വിപണി ആടി ഉലയുന്നു. നിക്ഷേപകർ സമാധാനത്തിനായി കാത്തിരിക്കുകയാണ്. എല്ലാം പാളിപ്പോയെന്ന് മനസ്സിലാക്കിയ ട്രംപ് തന്റെ തന്ത്രങ്ങൾ മാറ്റുകയാണ്. തീരുവ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നില്ല. പക്ഷേ മൂർച്ച കുറയ്ക്കുകയും ചർച്ചകൾക്ക് വഴിയൊരുക്കുകയുമാണ് ചെയ്യുന്നത്. വിവിധ രാജ്യങ്ങൾ അമേരിക്കയുമായി കരാറിനായി ക്യൂ നിൽക്കുന്നു. അതിൽ ഇന്ത്യയാണ് വരിക്ക് മുന്നിൽ നിൽക്കുന്നത്. വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രധാനമന്ത്രി മോദിയുമായി 4 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം വ്യാപാര കരാറിന്റെ പദ്ധതികൾ ഉറപ്പിച്ചു. ഇതിനിടയിൽ ഒരു കരാർ പ്രതീക്ഷിച്ച് കുടുങ്ങിക്കിടക്കുന്നത് യൂറോപ്പാണ്. മറുവശത്ത് ചൈന ജാഗ്രതയോടെയാണ് സമാധാന ചർച്ചകൾക്ക് ഒരുങ്ങി നിൽക്കുന്നത്. വ്യാപാര യുദ്ധത്തിന് വീണ്ടും തിരികൊളുത്താൻ ട്രംപിന്റെ ഒരു കുറിപ്പോ അഭിമുഖമോ മതി. ഈ പിൻവാങ്ങൽ ചൈനയുടെ വിജയമല്ല, വാഷിംഗ്ടണിന് യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു പരിശോധന കൂടിയാണ്. ഇന്നത്തെ ആഗോള വിതരണ ശൃംഖലകളുടെ സങ്കീർണ വലയിൽ താരിഫുകൾ മാന്ത്രികത പോലെ പ്രവർത്തിക്കുന്നില്ല. ഫാക്ടറികൾക്ക് ഒറ്റ രാത്രി കൊണ്ട് പാക്ക് ചെയ്ത് നീങ്ങാനും കഴിയില്ല. പേപ്പറിൽ മനോഹരമായി തോന്നിയ യുദ്ധം ഇപ്പോൾ യഥാർത്ഥ ലോകത്ത് കുഴപ്പമായി. ഇപ്പോൾ ലോകത്തിന് ശ്വാസം വിടാൻ അവസരമുണ്ട്. ഇന്ത്യക്ക് നേട്ടമുണ്ടാകാം. എന്നാൽ ട്രംപിന്റെ പ്രവചനാതീതത്വം കൊണ്ട് വ്യാപാര യുദ്ധത്തിന്റെ അടുത്ത അധ്യായം എന്താകുമെന്ന് ആർക്കും ഉറപ്പില്ല.